ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന കൊത്തി ചപ്പാത്തി. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഈ ഒരു ഐറ്റം ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. ഇപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാൻ ചപ്പാത്തി എടുത്തിട്ടുണ്ട്. 3 ചപ്പാത്തി എടുത്തിരിക്കുന്നത്. അത് ഞാൻ ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചപ്പാത്തി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇൻഗ്രീഡിയൻസ്: ഒരു സവാള, ഒരു തക്കാളി, ഹാഫ് ക്യാരറ്റ്, ഇതെല്ലാം ചെറിയതായിട്ട് അരിഞ്ഞ് വയ്ക്കുക. ഒരു ഇഞ്ചി, ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 കഷ്ണം വെളുത്തുള്ളി, പച്ചമുളക് 2-3, ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് വെക്കണം. പച്ചമുളക് ഞാൻ എടുത്തിട്ടില്ല, കുഞ്ഞിന് കൊടുക്കേണ്ടതായതുകൊണ്ട്. പിന്നെ ഇതിലേക്ക് ഗ്രീൻ പീസ് ചേർക്കുക. കോളിഫ്ലവർ വേവിച്ചിട്ട് ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് ചേർക്കുക. പിന്നെ ഉള്ളിയുടെ തണ്ടുണ്ടല്ലോ, അതും നമുക്ക് കട്ട് ചെയ്തിട്ട് ചേർക്കാം. നമുക്കിത് ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചീനച്ചട്ടി ചൂടായി വരുമ്പോഴത്തേനും വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ ചൂടായി വന്ന് നമ്മൾ അരിഞ്ഞു വെച്ച സവാള, ക്യാരറ്റ്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എന്നിവ ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഈ സവാളയും ക്യാരറ്റൊക്കെ ഒന്ന് മൂത്ത് വരുന്നത് വരെ വഴറ്റിക്കൊണ്ടിരിക്കുക. സവാള ചേർത്ത് ഈ വഴണ്ട് വന്നതിന് ശേഷം തക്കാളി ചേർക്കുക. തക്കാളി വഴണ്ട് വന്നതിന് ശേഷം 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് വഴറ്റുക. ഇനി ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഞാൻ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. എല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഈ ഒരു പാകത്തിൽ നമുക്ക് ചപ്പാത്തി ആഡ് ചെയ്യാം. എന്നിട്ട് എല്ലാവരും കൂടി നല്ല രീതിയിൽ യോജിപ്പിക്കുക. ഏകദേശം നമ്മുടെ കൊത്തി ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചപ്പാത്തി കഴിച്ച് മടുത്തവർക്ക് ഈസി ആയിട്ട് ഈ ഒരു ഡിഷ് ഉണ്ടാക്കാം. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇത് ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള സജഷൻസ് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എന്നെന്നും സ്നേഹത്തോടെ. താങ്ക് യു.